ഓരോ പ്രവാസിക്കും ഓരോ വെള്ളിയാഴ്ചകൾ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഭയങ്കര പൂതിയായിരിക്കും. ഞമ്മക്കും ഉണ്ട് അതേപോലത്തെ പൂതി. ഇന്ന് എയർ ഫ്രയറിൻ്റെ ചിക്കൻ്റെ പാർട്ട് 2 ആണ്. ഒന്നാമത്തേതാണെങ്കിലോ വമ്പം വിജയം. മാഡം ചോദിക്കുകയാണ് വണ്ടിന്ന്. അല്ല നിസാറെ, ഈ വണ്ടിയിൽ നിന്ന് ഷവർമ കഴിച്ചോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഷവർമ അല്ല, ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരുന്നു, അതാണ് കഴിച്ചത് എന്നുള്ളത്. ഇനിയിപ്പോൾ ബാഡ് സ്മെല്ലാണ് വെച്ചിട്ട് ഞാൻ ഗ്ലാസ്സൊക്കെ താത്തി. അപ്പോൾ മുപ്പത്തേര് പറഞ്ഞ് ഗ്ലാസ് താത്തൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് മുപ്പത്തേരെ അറിയാതാണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു കമൻറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഉണ്ടാക്കിയ ഫുഡിനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിക്ക്. ഇങ്ങക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണെന്നുള്ള ഒരു വിചാരം ഉണ്ട് എനിക്ക്. അങ്ങനെ ചിക്കനിൽ മസാല ഒക്കെ തേച്ചു അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോറ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പ്ലാനൊക്കെ തീരുമാനമായി, നമുക്കിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ നെയ്യൊക്കെ ഇട്ട് അതേപോലെ മസാല ഇട്ടു, ഉള്ളി ഇട്ടു. അതിനുശേഷം നമ്മളെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരി ഇട്ടു. അരി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതും അങ്ങനെ ഇട്ട് അതിൻ്റെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അത് അടച്ചു വെച്ച് തീ കമ്മിയാക്കിയിട്ട് 5-6 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നു. ചോറ് ഏകദേശം റെഡിയായി എന്ന് കരുതിയപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യിട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുത്തു. അവസാനം ഒന്ന് മേലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മുന്തിരിയും ഉള്ളിമ്പാട് ഇട്ടിട്ട് അതിൻ്റെ മേലൊക്കെ ഇട്ട് നേരെ നമ്മൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വിട്ട് പള്ളിക്കെന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ ചിക്കനും അതേപോലെ മാഡം ഇന്നലെ തന്ന കറി ഉണ്ടായിരുന്നു അതെടുത്തും ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് അവസാനം നമ്മൾ ചിക്കൻ എടുത്ത് എയർ ഫ്രയറിൽ വെച്ചിട്ട് 30 മിനിറ്റ് സമയം സെറ്റ് ചെയ്ത് കൂടെ ഇന്നലെ കിട്ടിയ കറിയും അതും പാടെ ചൂടാക്കി. അവസാനം ചിക്കനും റെഡിയായി, കറിയും റെഡിയായി, നെയ്ച്ചോറും റെഡിയായി. ഒക്കെപ്പാടെ ഇതാണ് അവസാനത്തെ അവസ്ഥ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്.